ഉപ്പുമുളകും സീരിയൽ അത് വിവാദങ്ങളുടെ ചുഴിയിൽപ്പെട്ട് ഉഴലുകയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ പലരും പലതും ഉപ്പുമുളകിനെ കുറിച്ച് പറയുന്നു. പലർക്കെതിരെ പീഡന ആരോപണങ്ങൾ, അതിക്രമങ്ങൾ ഒക്കെ അങ്ങനെയുള്ള വിവാദങ്ങൾ കത്തിപ്പടരുന്ന ഒരു വശത്ത് ചിലർ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഈ പറഞ്ഞ ശ്രീകുമാറും ബാലുവായിട്ട് അഭിനയിച്ച പുള്ളിയുടെ പേരെന്തായിരുന്നു, ബിജു സോപാനോ ഒക്കെ ഇന്റർവ്യൂ പല ചാനലുകൾ കൊടുക്കുന്നു. ആരും ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പോഴും എല്ലാവരും കാത്തിരുന്നത് ആരാണ് ഇവർക്കെതിരെ പീഡന പരാതി കൊടുത്ത സ്ത്രീ. അതിൽ എന്തായാലും മെയിൻ താരങ്ങൾ 3 പേരും ഇപ്പോൾ ആ സീരിയൽ സീസണിൽ ഇല്ല. 3 എന്ന് പറഞ്ഞ സീസണിൽ, ഉപ്പുമുളകും സീസണിലില്ല. അത് കൊണ്ടുപോകുന്ന ആ കുഞ്ഞു പിള്ളേരും അമ്മൂമ്മമാരും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ ആ സീരിയൽ കൊണ്ടുപോകുന്നത്. സോ TV സിറ്റ്കോം എന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സംഭവമാണത്. സോ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതല്ല. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞു, ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ വളരെ വിക്ഷുബ്ധകരമായിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു, ഇത് കള്ളക്കേസാണ്, ഞങ്ങൾ ചെയ്തിട്ടില്ല. ബിജു സോപാനം എന്ന് പറയുന്നുണ്ട്, എന്തായാലും മനസാക്ഷിക്ക് നിരക്കാത്ത പരിപാടിയാണ് അവർ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴും അപ്പുറത്ത് പറഞ്ഞു നിൽക്കുന്ന ആൾ ആരാണെന്ന് അറിയാനുള്ളൊരു ഉദ്യോഗം സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതൊക്കെ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, അതിൽ അഭിനയിച്ച മെയിൻ താരം നീലുവായിട്ട് അഭിനയിച്ച നിഷാ സാരംഗ്, പുള്ളിക്കാരത്തിയുടെ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മറുപടിക്കായിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തത്. പക്ഷേ എന്താണ് പിന്നെ സംഭവിച്ചത്? അതെ, അതിനുശേഷം ഒരു ഇന്റർവ്യൂ അല്ലേ, ആ ഇന്റർവ്യൂല് പക്ഷേ കാര്യമായിട്ട് മൊത്തത്തിൽ അതിനെ അടച്ചാക്ഷേപിക്കല്ലേ, അവരെ പറ്റി പരാമർശിക്കുക ഒന്നും ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായ മറുപടികളല്ല, പരിമിതികൾ കാണും ഒരു പക്ഷേ എന്നാലും അവർ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. സീരിയലിൽ വരുമ്പോൾ അവതാരക അതിനകത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നല്ലോ, നിങ്ങളെല്ലാവരും വളരെ സന്തോഷകരമായിട്ട് അങ്ങനെ തന്നെ പോകാനാണോ ഇഷ്ടം, ജീവിതത്തിലും അങ്ങനെ തന്നെയാണോ? അപ്പോൾ അവരെ എടുത്തു പറയുന്നുണ്ടല്ല, അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ ക്യാരക്ടറാണ്, അവിടെ അത് കഴിഞ്ഞു, പിന്നെ എൻ്റെ ജീവിതമാണ് എന്ന് അവർ പറയാതെ പറയുന്നുണ്ട്. അതായത് പക്ഷേ ഒരു സമയത്ത് നമുക്ക് ആർക്കും, ഈവൻ പല ഇന്റർവ്യൂസിലും ഇതുപോലെ ഇവർ ഒന്നിച്ചു വന്നിരുന്നിട്ടുണ്ട് ശരിക്കും. അപ്പോഴൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായതിനു ശേഷമോ അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുമല്ലേ, ഇപ്പം ഏകദേശം ഒരു 5-6 വർഷത്തിന് മേളിലായിട്ടുണ്ടല്ലോ ഇവർ ഒന്നിച്ച് അഭിനയിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും സൗന്ദര്യ പിണക്കോ അല്ലെങ്കിൽ നോർമലി മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർ ഈ പറയുന്ന തലത്തിലേക്ക് അത് വളർന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ ഈ കേസ് കൊടുത്ത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്ന് അതിന്റെ വിധി വരുമ്പോഴേ കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ശാരിക ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശ്രീകുമാർ ആണെങ്കിലും അതുപോലെ തന്നെ ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും 2 അവസരങ്ങളിലായിട്ട് ഇന്റർവ്യൂവിൽ വന്നു. ഇവർ നിരപരാധികളാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. സത്യം തെളിയുമെന്ന് പറയുന്നുണ്ട്. അതായത് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സംസാരത്തിൽ പോലും അത്തരത്തിലുള്ള മോശം പരാമർശം ഉണ്ടെങ്കിൽ അതിനെയും പീഡനമായിട്ട് തന്നെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഏത് വിധേനയുള്ള അല്ലെങ്കിൽ വെർബലി ഉള്ളതാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കുന്നില്ല ഇരുപക്ഷവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് മനഃപൂർവ്വം ചെയ്താണോ? അത് മാത്രമല്ല, രണ്ടുപേരും ഒരേപോലെ പരാതിയിൽ പട്ടികയിൽ നിൽക്കുകയാണ്, രണ്ടുപേരും ഒരുപോലെ. അപ്പൊ രണ്ടുപേരും ഒരുപോലെ വരുമ്പോഴേക്കും ഇവര് തമാശ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ഹേർട്ടായതാണോ അല്ലെങ്കിൽ ഏത് തരത്തിലേക്കാണ് ഇത് കൊണ്ടുപോയതെന്ന് അറിയില്ല, അല്ലെങ്കിൽ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യം ഇവര് ആ സീരിയലിൽ നിന്ന് അല്ലെങ്കിൽ ആ സിറ്റ്കോമിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ അവരോടുണ്ടെങ്കിൽ അതിനൊരു കംപ്ലീറ്റ്നെസ് വരുള്ളൂ. കാരണം ഇവരുടെ ഒരു പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ ബാലുവിൻ്റെയും നീലുവിൻ്റെയും ലൈഫ് സ്റ്റൈലും അവരുടെ ആ ഒരു സംസാരവും ഇപ്പം മര്യാദയ്ക്ക്, അതായത് നോർമലി ഉള്ള രീതിയിലുള്ള അവരുടെ സംസാരം, അതായത് അവരുടെ തന്നെ സൗണ്ടാണ് അതിലുള്ളത്. നീലു അല്ലെങ്കിൽ നിഷാ സാരംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറിജിനൽ സൗണ്ട് തന്നെയാണ് നീലു എന്ന ക്യാരക്ടറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു നാച്ചുറാലിറ്റി ഉണ്ട്. ഒരു വീട്ടിൽ നടക്കുന്ന ആ ഒരു സൗണ്ടിനൊക്കെ ഭയങ്കര ആരാധകരും പ്രേക്ഷകരും ഒക്കെ ഉള്ളൊരു സൗണ്ടാണ്. ആ ബാലു എന്നുള്ള വിളിയും നീലു എന്നുള്ള വിളിയും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ പ്രേക്ഷകർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരുന്നുവെങ്കിൽ ഇവിടെ വരെ ഒന്നും പോവില്ലായിരുന്നു. പക്ഷേ സംതിങ് ഈസ് ഫിഷി എന്ന് പറയുന്നത് പോലെ അവിടെ എന്തോ സംതിങ് നടന്നിട്ടുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ 3 പേരുടെയും ഒരു പക്ഷേ ഈ പറയുന്ന 2 പേര്, അതായത് ബിജു സോപാനവും ശ്രീകുമാറും ഇന്റർവ്യൂസിൽ വരികയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക, അവർ പേരെടുത്ത് ആരുടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലും കൂടി ആവാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസിലൊന്നും അടുത്ത കാലത്ത് സമീപകാലത്ത് പ്രത്യക്ഷപ്പെടാതിരുന്നിട്ട് പെട്ടെന്നൊരു വിഷുവിന് ആരെങ്കിലും ചോദിച്ചപ്പോൾ ഓക്കെ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്നുള്ളൊരു ഉദ്ദേശവും ഒരു പക്ഷേ കണ്ടിരിക്കാം. കാരണം ഇവർ 2 പേരെ ഇന്റർവ്യൂസ് കാണാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ ശാരിക?
തീർച്ചയായിട്ടും. കാരണം ഉപ്പും മുളകും സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും പ്രിയപ്പെട്ട സീരിയലുകൾ വെറുപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. ഏത് സീരിയലുണ്ട് മനുഷ്യന് ഇഷ്ടമുള്ള, മനുഷ്യന് നന്മയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഈ ഒരുങ്ങി രാവിലെ കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എന്താ പറയുന്ന ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ ആടയാഭരണങ്ങൾ അണിഞ്ഞു പോകുന്ന സ്ത്രീകളുള്ള സീരിയലാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടമ്മമാരും അതിനകത്ത് കാണാറില്ല. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉപ്പുമുളകും സീരിയലുകൾ, അതായത് അതിൽ അഭിനയിച്ച ഇപ്പം നീലുവായിട്ട് അഭിനയിച്ചവരായാലും ബാലുവായിട്ട് അഭിനയിച്ചവരായാലും ആ കുട്ടികളെങ്കിലും സിമ്പിളായിട്ട്, അതായത് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് അങ്ങനെയായിരുന്നു അവർ. അതിനകത്ത് നീലു ഒരിക്കലും ആടയാഭരണങ്ങൾ ധരിച്ച് മറ്റേ പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴും ഒന്നും മറ്റേ സർവാഭരണ വിഭൂഷിതയായി നിന്നല്ല കുളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടല്ല ഉറങ്ങിക്കൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഉപ്പുമുളകും സീരിയലിനെ വ്യത്യസ്തമാക്കി ഇങ്ങനെയുള്ള തീമുകളും ഇങ്ങനെയുള്ള അവരുടെ കോസ്റ്റ്യൂംസും ഇങ്ങനെയുള്ള അറ്റയറും ഒക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു സീരിയൽ എന്ന രീതിയിൽ തരം താഴ്ത്തിയിരുന്നില്ല അതിനൊരിക്കലും. അതിനൊരു എന്താ പറയുക, ഇഷ്ടമുള്ള അല്ലെങ്കിൽ വല്ലാത്ത ഒരു താല്പര്യം തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഈ ഉപ്പുമുളകും സീരിയൽ എന്ന് പറയുന്നത്. സോ ഈ നീലു എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ നീലുവായിട്ട് അഭിനയിച്ച കഥാപാത്രം വളരെ ഷോക്കിംഗ് ആയി, ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വിഷുവിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. പക്ഷെ അതിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവതാരിക്ക് ഇച്ചിരി പേടിയുണ്ട് പുള്ളിക്കാരത്തിന് ചോദിക്കാൻ. കാരണം ബേസിക്കലി എനിക്ക് തോന്നുന്നു നിഷാ സാരംഗ് എന്ന് പറഞ്ഞ വ്യക്തി ഇച്ചിരി റഫായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തടിച്ച പോലെ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഇച്ചിരി പേടിച്ചിട്ടൊക്കെയാണ് അപ്പുറത്തെ. അത് അവതാരികയ്ക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടപ്പോൾ. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, ഒരുപക്ഷെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ചോദിക്കരുതെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിഷാ സാരംഗ് പലതും ചോദിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് നിഷാ സാരംഗ് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. താൻ മൂലം ഇനിയൊരു വിവാദം ഉണ്ടാവുമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം പലതിനും പറയുന്നുണ്ട്, എന്നാൽ പറയാതെ പറയുകയാണ്. ഒഴുകി ഒരു വരാലിനെ പോലെ ആയിരുന്നു ആ ഇന്റർവ്യൂവിൽ നിഷാ സാരംഗ് ഓൾ ത്രൂ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ. ഞാൻ മുഴുവൻ അത് കണ്ടു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്ത് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഞാനായിരിക്കും, അത് അഭിനയിക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രവും, അല്ലാത്തപ്പോൾ ഞാൻ നിഷാ സാരംഗും ആയിരിക്കും. അതാണ് എപ്പോഴും നല്ലത്, അങ്ങനെ ആവാൻ പാടുള്ളൂ എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. മേ ബി ഒരു പക്ഷേ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഈ പറയപ്പെടുന്ന നടന്മാർ ഒരു പക്ഷേ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട്, നമ്മൾ പല പ്രശസ്തരായിട്ടുള്ള കമലഹാസനെ പോലെ നടന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാതെ പ്രണയം തോന്നിപ്പോകും. ഒരു വളരെ പ്രണയാതുരമായ രംഗത്തിൽ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നടിയോട് പ്രണയം തോന്നുമോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ആ സമയത്ത് ആ കഥാപാത്രമായി നിൽക്കുന്ന സമയത്ത് അവരോട് പ്രണയം തോന്നാം. ഒരു പക്ഷേ ചേഷ്ടകളും സ്പർശനങ്ങളും എല്ലാം ആ രീതിയിലായിരിക്കാം. മേ ബി വർഷങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരുപാട് തമാശകളും ഒരുപാട് വഴക്കും പിണക്കങ്ങളും ഒക്കെ നിറഞ്ഞ സ്ക്രിപ്റ്റാണ് അതിനകത്ത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ മേ ബി ഒരു പക്ഷേ ഓവർ ഫ്രീഡം ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. ഒരു പക്ഷേ ബാലു ചിലപ്പോൾ പലപ്പോഴും ബിജു സോപാനം ബാലുവായിട്ടായിരിക്കാം മിക്കപ്പോഴും നീലു എന്ന നിഷാ സാരംഗിനോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. അത് പാടില്ല എന്നാണ് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും നിഷാ സാരംഗ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ എന്താണോ നമ്മളിലുള്ള വിശ്വാസം, അത് അവസാനം ടിൽ ദ എൻഡ് ഓഫ് അവർ കരിയർ അല്ലെങ്കിൽ ടിൽ ദ എൻഡ് ഓഫ് അവർ ലൈഫ് നമ്മളിലുള്ള വിശ്വാസം നമുക്ക് മാത്രമേ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ അത് കീപ്പ് ചെയ്യണമെന്നാണ് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാരെയും ഇൻഡയറക്റ്റായിട്ട് കുറ്റപ്പെടുത്തില്ല. പക്ഷെ അവർ പറയുന്നത് പ്രൊഫഷണലിസം വേറെ, ഫാമിലി എന്ന് പറയുന്നത് വേറെയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എത്ര വർഷത്തോളം അഭിനയിച്ചു, അവരെ സംബന്ധിച്ചിടത്തോളം അവർ 99-ലോ 92-ലോ എങ്ങാണ്ട് അഭിനയിച്ച് തുടങ്ങിയതാണ്, ഏതോ സിനിമയിൽ ആക്ട് ചെയ്ത് തുടങ്ങിയതാണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങളായി അവർക്ക് എക്സ്പീരിയൻസ്ഡ് നടിയാണ്. സോ അതിനുശേഷം അവർക്ക് കിട്ടിയ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ഈ പറയപ്പെടുന്ന ഉപ്പും മുളകും. അതെനിക്ക് തോന്നുന്നു മലയാള ചരിത്രത്തിൽ നല്ല വേറൊരുത്തരും ഇങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ആർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. വർഷങ്ങളോളം ഒരേ നടി തന്നെ, അത് 3 സീരീസുകളിലൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാലത്തും അതൊരു ചരിത്രത്തിൽ അവർ ഇടം നേടി. ആ സീരിയലും അതിലെ കഥാപാത്രങ്ങളുടെ അഭിനയിച്ചവരെല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അവരൊരു ഹിസ്റ്ററിയായി മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്രത്തിലെ ഒരു ഏടായി മാറി ആ ഒരു കല എന്ന് പറയുന്ന ആ ഒരു സീരീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്കാലം നമ്മൾ അവരെ ഓർത്തിരിക്കും. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി അവതാരിക ചോദിക്കുന്നുണ്ട്, ഇവരെയൊക്കെ മിസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇനിയും ഇങ്ങനെ ഒരിക്കൽ തിരിച്ചു വരുമോ എന്ന് ചോദിച്ച നിഷാ സാരംഗ് പറഞ്ഞ മറുപടി, അടുത്ത പ്രോജക്റ്റിലേക്ക് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല, ഒരു പക്ഷേ അടുത്ത മാസം തുടങ്ങാം, മേ ബി ഒരു പക്ഷേ അവർ ഇനി ഒരിക്കലും ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരില്ലായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഏത് കഥാപാത്രം, അത് എത്ര ഡീപ്പ് കോർ കഥാപാത്രങ്ങളും ആയിക്കോട്ടെ, ആ കഥാപാത്രം അവിടെ വെച്ച് അവസാനിപ്പിക്കുക. പിന്നീട് ഒരിക്കലും അത് അഭിനയിച്ച വ്യക്തികളോട് അതിന് പോകാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ താല്പര്യം ഉണ്ടായിരിക്കണം. അതില്ലാത്തടത്തോളം കാലം, ഇതിനു മുമ്പും നിഷ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് അതായത് ഫസ്റ്റ് സീസണിൽ സംവിധായകൻ മോശമായി ബിഹേവ് ചെയ്തപ്പോൾ കരഞ്ഞുകൊണ്ട് അന്ന് കണ്ട നിഷാ സാരംഗിനെ അല്ല നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അന്ന് കുറെ കൂടെ കരഞ്ഞ് ഇമോഷണൽ ആയിട്ടായിരുന്നു. ഇന്ന് ഭയങ്കര ബോൾഡായിട്ട് മിനിമലൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു നീലുവിനെ അല്ലെങ്കിൽ ഒരു നിഷാ സാരംഗിനെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. സോ
മേ ബി ഈ പറയപ്പെടുന്ന ഒട്ടും സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ പറയപ്പെടുന്ന അവിടെ ആ ഒരു സെറ്റിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയില്ല. എന്തായാലും പരാതി കൊടുത്ത ആള് ആരായാലും അയാൾക്കായിരിക്കുമല്ലോ കൂടുതൽ വേദന ഉണ്ടായിട്ടുണ്ടാവുക. പരാതി കിട്ടിയ ആൾക്കാർക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞാലും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നത് ഈ പറയപ്പെടുന്ന ഏത് നടിയായാലും, ആരാണെന്ന് നമുക്കിന്നും അറിയില്ല, ആ നടിയായാലും അവർക്കായിരിക്കും. എന്ത് തന്നെ ആയാലും പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ആയിട്ട് ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക എന്നാണ് നിഷ സനക്ക് പറയാതെ പറഞ്ഞു വെച്ചത്.